ഒരേ ഭാഗ്യലക്ഷ്മിയാണ് ഇവിടെ അതിജീവിതയുടെ കൂടെ ഇരുന്ന് കരയുന്നതും അവിടെ പീഡകന്റെ കൂടെ ആഘോഷിക്കുന്നതും. വേടൻ ഒരു ഡോക്ടറെ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. ആ വേടനോട് ഈ മാന്യന്മാരും മാന്യത്തികളൊക്കെ ചെയ്തത് എന്താ? വേടനെ വിളിച്ചിട്ട് സംസ്ഥാന അവാർഡ് കൊടുത്തു. ആർക്കൊരു പ്രയാസം ഉണ്ടായില്ല. എന്താ ഉറക്കം വരുന്നു. സെഷൻസ് കോടതി ഇപ്പോൾ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. അപ്പോഴും അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. അതിനോട് എന്താണ് ടി ജിക്ക് പറയാനുള്ളത്? അത് അതിജീവിതയാണ് പറയുന്നത്. ഞാൻ നോക്കുമ്പോൾ ഈ കേസിൽ മാത്രമല്ല, ഭൂരിഭാഗം കേസിലും നീതി കിട്ടാറില്ല. അത് ശരിയാ. എൻ്റെ ബന്ധുവിനെ ഒരാൾ കൊന്ന ആളിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. എല്ലാവരും പറയും മോഹൻദാസിന് നീതി കിട്ടി. എന്ത് നീതി? എൻ്റെ മരിച്ചുപോയ ആൾ എണീറ്റ് വന്നു. അതിജീവിതയുടെ റിയാക്ഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിജീവിതയ്ക്ക് വേണ്ടി പലരും സംസാരിച്ചു, പ്രത്യേകിച്ചും ഭാഗ്യലക്ഷ്മിയൊക്കെ. അവരെന്തോ വിപ്ലവം ഉണ്ടാക്കി രാജിവെക്കുക അങ്ങനെയൊക്കെ പോയി. ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയെന്ന് വെച്ചു. അപ്പോൾ ദിലീപിനും പറയാം കാശ് കൊടുത്തിട്ട് വാങ്ങിയ ജഡ്ജ്മെൻ്റാണ് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞാൽ സമ്മതിക്കും. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഈ വൈൽഡ് അലിഗേഷൻ ആർക്കും റേസ് ചെയ്യാം അല്ലേ? കോടതിക്ക് കാശ് കൊടുത്തു, കോടതി ഇന്നാരുടെ മകളാണ്, മറ്റേ ആളിൻ്റെ അയൽവക്കത്ത് താമസിച്ചാണ്, അന്ന് അവർക്ക് ഇത് കൊടുത്തു വിടുമായിരുന്നു, വീട്ടിൽ നിന്ന് മീൻ മേടിക്കുന്നത് ഇവരായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയാൻ മേലാത്ത പറയുന്നവർക്ക്. സത്യമാണെങ്കിലും എനിക്ക് പറ്റുമോ? പ്രശ്നം എന്താ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വിധി വന്നു. അതേസമയം ഈ പേഴ്സണാലിറ്റിയെ ചൊല്ലിയല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഇത് മാറ്റിവെക്കുക. വേറൊരു ബലാത്സംഗ കേസ് നമ്മുടെ നാട്ടിലുണ്ടായി. അതിലൊരു VIP ആയിരുന്നു, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നു വേടൻ. വേടൻ ഒരു ഡോക്ടറെ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. വേടൻ മുൻകൂർ ജാമ്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ വേടനോട് ഈ മാന്യന്മാരും മാന്യത്തികളൊക്കെ ചെയ്തത് എന്താ? വേടനെ വിളിച്ചിട്ട് സംസ്ഥാന അവാർഡ് കൊടുത്തു. പാട്ട് എഴുതിയത്. ഒരു കയ്യബദ്ധം, നോ ഡിസ്ക്വാളിഫിക്കേഷൻ. ആർക്കൊരു പ്രയാസം ഉണ്ടായില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. എല്ലാവരും തിരുവനന്തപുരത്ത് ആഘോഷിക്കുകയായിരുന്നു, നോയിങ് ഫുൾ വെൽ ദാറ്റ് ഹി ഈസ് ഇൻ ആന്റിസിപ്പേറ്ററി ബെയിൽ. മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു അധമനെയാണ് ആഘോഷിക്കുന്നതെന്ന് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം കൂടെ വേടനെ പൊക്കിക്കൊണ്ട് നടന്നത്, ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അതൊരു അതിജീവിതയല്ലേ? ആർക്കും ഒരു ദണ്ണം ഉണ്ടായില്ലല്ലോ. അവരൊരു സാധു ഡോക്ടറാണ്, അവരുടെ ഐഡന്റിറ്റി ആർക്കും അറിയില്ല, അവർ വെളിപ്പെടുത്തുകയില്ല, വെളിപ്പെടുത്താനും പാടില്ല. ബട്ട് അങ്ങനെ പ്രശസ്ത അല്ല എന്നുള്ളത് കൊണ്ട് ആ സ്ത്രീയുടെ മാനത്തിന് വിലയില്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. അപ്പോൾ വേടനെ നിങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ട് വേടനെ കൊണ്ട്. അപ്പോൾ വേടൻ യോഗ്യനായി. ഇവിടെ ദിലീപ് വെറുക്കപ്പെട്ടവനായി. കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട് ദിലീപിനെ അകറ്റി നിർത്താൻ. ഇതുപോലെ സെലിബ്രിറ്റിയാണല്ലോ വേടൻ. ചെറുപ്പക്കാരുടെ ഹരവും ഭ്രാന്തുമാണ് വേടൻ, ഇല്ലേ? അങ്ങനെ ഇരുന്ന മനുഷ്യനാണ് ഈ ഒരു കുഴപ്പത്തിൽ ചാടുന്നത്. വേറെ കുഴപ്പത്തിൽ ചാടി പുള്ളി. മയക്കുമരുന്ന്, മറ്റേ പൂലി നഖം എന്നൊക്കെ പറഞ്ഞിട്ട് മൈനർ കേസ്. അന്ന് വേടൻ ക്യാമറയ്ക്ക് മുമ്പിൽ പറഞ്ഞു, ഞാനിതൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്, ഞാനത് നിർത്തി, നിങ്ങളോ ഞാനോ പെട്ടുപോയി, നിങ്ങളാരും ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കേസുകളുടെ ജാമ്യത്തിൽ നിൽക്കുക പുള്ളി. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ആ കേസ് തീർന്നിട്ടില്ല. ആ ജാമ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ബലാത്സംഗ പരാതി വേടന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. വേടനെ അറസ്റ്റ് ചെയ്യുന്നുള്ള സ്ഥിതി വന്നു. വേടന് ഒളിവിൽ പോയിട്ട് മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തു. മുൻകൂർ ജാമ്യം കിട്ടി. ആണല്ലേ? നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാന്ന്. പാസ്പോർട്ട് പിടിച്ചു വെച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വേടൻ വീണ്ടും കോടതിയിൽ പോയി, എനിക്ക് പാസ്പോർട്ടൊന്നും തരണം, എനിക്ക് ഫോറിനൊരു പ്രോഗ്രാം ഉണ്ടെന്ന്. കോടതി അതും അനുവദിച്ചു. ഇത് ദിലീപ് ആയിരുന്നെങ്കിൽ എന്തെല്ലാം ബഹളം നടന്നേനെ. വേടനായതുകൊണ്ട് ആരും അറിഞ്ഞില്ല. വേടൻ ഫോറിന് പോയത് ആരും അറിഞ്ഞില്ല. വേടൻ ഡെപ്പോസിറ്റ് ചെയ്ത പാസ്പോർട്ട് കോടതിയിൽ നിന്ന് തിരിച്ചു വാങ്ങിയത് ആരും അറിഞ്ഞില്ല. വേടൻ ഈസ് എ VIP. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അടിച്ചും കരണ കുറിച്ച് വിളിച്ചോളൂ. ഞാൻ ആ ഊച്ചാളിയാ, എനിക്ക് അങ്ങനെ മോഹമുണ്ട്, മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ആ അവാർഡ് ഫംഗ്ഷനിൽ ഭാഗ്യലക്ഷ്മി ഉണ്ടായിരുന്നു തോന്നുന്നു, അല്ലേ? ഇപ്പോൾ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് വിതുമ്പുന്ന ഭാഗ്യലക്ഷ്മി. ഞാൻ ഭാഗ്യലക്ഷ്മിയുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യില്ല, പാവമാണ്. ബട്ട് ഇതേ ഭാഗ്യലക്ഷ്മി വേടനൊപ്പം ഒരു സ്റ്റേജിലുണ്ടായിരുന്നു. ആ വേടൻ്റെ കയ്യിൽപ്പെട്ട്
മുറിവേറ്റ് ജീവിതം തൊലഞ്ഞ ഒരു അതിജീവിത ഉണ്ടായിരുന്നു. ഭാഗ്യലക്ഷ്മി അത് കണ്ടില്ല. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. കുറ്റം പറയില്ല, ബിക്കോസ് ഭാഗ്യലക്ഷ്മി ഇമോഷണലി ഈ അതിജീവിതമായിട്ട് അറ്റാച്ച്ഡാണ്. മറ്റേ അതിജീവിതയുടെ കാര്യമേ ഭാഗ്യലക്ഷ്മിയുടെ മനസ്സിൽ തലയിൽ കയറില്ല. സ്വാഭാവികമാണ്, മനുഷ്യരൊക്കെ അങ്ങനെയാണ് പെരുമാറുന്നത്. ഞാനിത് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ, അല്ലാതെ ഭാഗ്യലക്ഷ്മി ഒരു ദുഷ്ടയാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാനീ പറയുന്നത്. ഹൗ പീപ്പിൾ മൈൻഡ്, ഈ നരേറ്റീവ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റും. ഹീനമായ ഒരു കുറ്റത്തെ നിങ്ങൾക്ക് വെള്ളപൂശാൻ പറ്റും. അതേ രീതിയിൽ നടന്ന ഹീനമായ ഒരു കുറ്റത്തെ നിങ്ങൾക്ക് മഹാപാപമായിട്ട് ചിത്രീകരിക്കാനും പറ്റും. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. രണ്ടും ഒരേ ആളെ കൊണ്ട്, ഒരേ ഭാഗ്യലക്ഷ്മിയാണ് ഇവിടെ അതിജീവിതയുടെ കൂടെ ഇരുന്ന് കരയുന്നതും അവിടെ പീഡകന്റെ കൂടെ ആഘോഷിക്കുന്നത്. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. രണ്ടും ഭാഗ്യലക്ഷ്മി തന്നെ ചെയ്യുന്നു. ഭാഗ്യലക്ഷ്മി കാപടികയായതുകൊണ്ടല്ല, കാപട്യം ഇല്ലാത്തവളാണ്, ഈ നരേറ്റീവിൻ്റെ ഇരയാണ്. അതുകൊണ്ട് സംഭവിച്ചതാണ്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്തുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മിയുടെ കൂടെ വേറെ ആരും അങ്ങോട്ട് രാജിവെക്കുന്നത്? അവര് ഈ നരേറ്റീവിൽ പെട്ടിട്ടില്ല. ശ്വേതാ മേനോൻ സ്ത്രീയല്ലേ, അവരല്ലേ അമ്മയുടെ AMMA പ്രസിഡന്റ്. അവർക്കെന്താ അതിജീവിതയോട് സ്നേഹമില്ലേ? അവർ ദുഷ്ടയാണോ? അല്ലല്ലോ. അവരൊന്നും മിണ്ടാത്തത് എന്താ? ഇതിനകത്ത് ന്യായം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ ചീത്ത വിളി തുടങ്ങും, ഭയങ്കര ബഹളം തുടങ്ങും. അത് തുടങ്ങിയില്ലെങ്കിൽ ചാനലുകാർ തുടങ്ങിപ്പിക്കും. 100% ഞാൻ യോജിക്കുന്നു. ചാനലിൽ വാശിയുള്ളവരുണ്ടല്ലോ, ചാനൽ ആങ്കർമാരെ എനിക്ക് തോന്നുന്നു ജനം TV ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് അസാമാന്യമായ വാശിയാണ് ദിലീപിനെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടാൻ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. എന്തെങ്കിലും ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്തിട്ട് അങ്ങ് തുടങ്ങും ബഹളം. യു ഹാവ് ദിസ് പ്രോബ്ലം ഇൻ ദ സൊസൈറ്റി. ഈ സെലിബ്രിറ്റീസിന് ആൾക്കാർ പ്രത്യേകിച്ചൊരു ആഹ്വാനവും ഇല്ലാതെ തന്നെ ക്യാമ്പയിൻ നടത്തി നശിപ്പിക്കാൻ നോക്കും. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഇത് കണക്ക് തീർത്തതാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കണക്ക് തീർക്കൽ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. മാഫിയ സിനിമയിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് മാഫിയ. വി ആർ അണ്ടർ മാഫിയ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. പോയിട്ട് വരാം.